ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോണി അച്ചായൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും PR വർക്കാണ് ഈ അച്ചായന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏതൊരു ഫേസ്ബുക്ക് പേജിലും ഒരു പോസ്റ്റെങ്കിലും ഉണ്ടായിരിക്കും, നിങ്ങൾ അച്ചായനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അച്ചായന് എത്ര ലൈക്ക്, അല്ലെങ്കിൽ അച്ചായന്റെ പ്രവർത്തനങ്ങൾ അത്ര നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ചായനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് PR പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അച്ചായൻ എന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പൊ എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ നന്മ പ്രവർത്തനങ്ങളൊക്കെ കാരണം അദ്ദേഹം വളരെ ഫേമസ് ആണ്. അദ്ദേഹം ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക, അതേപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവർക്ക് ചികിത്സാ സഹായം ചെയ്തു കൊടുക്കുക. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അച്ചായൻ സ്വന്തം കയ്യിൽ നിന്ന് അച്ചായൻ നടത്തുന്ന ബിസിനസ് കിട്ടുന്ന ലാഭം കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അച്ചായന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം അച്ചായൻ ആ സ്ഥലത്ത് പോകുന്നു, അപ്പൊ അതിന്റെ വീഡിയോ എടുക്കുന്നു. അവിടെയുള്ള ആളുകളൊക്കെ കരഞ്ഞ് അയ്യോ അച്ചായൻ ഞങ്ങളെ സഹായിക്കൂ എന്നുള്ള പോലെയൊക്കെ പറയുന്ന വീഡിയോകളെല്ലാം അച്ചായൻ എടുക്കുന്നു. അതിനുശേഷം അച്ചായൻ അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു. അപ്പൊ ആ ആളുകളെല്ലാം അച്ചായന്റെ കാല് പിടിച്ചും അല്ലാതെയും തൊഴുതും കരഞ്ഞ് അച്ചായൻ ഞങ്ങളെ ദൈവമാണെന്ന് പറയുന്ന വീഡിയോ എടുക്കുന്നു. അപ്പൊ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് BGM ഒക്കെ ചേർത്തിട്ട് വളരെ മാസമായിട്ട് അച്ചായൻ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരെയും അറിയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അച്ചായൻ. പൊതുവെ ഇങ്ങനെ അറിയിക്കുന്നവർക്കൊക്കെ പറയാനുള്ള കാരണം മറ്റുള്ളവർക്ക് പ്രചോദനമായിക്കൊള്ളട്ടെ എന്നുള്ളതാണ് ആണ്. അല്ലെങ്കിൽ അത് കറക്റ്റ് ആണ്, മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ വളരെ പ്രചോദനമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈയിടെ അച്ചായൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടിരുന്നു. പാവപ്പെട്ട ഒരു കുടുംബത്തിന് കാല് വയ്യാത്തൊരു അച്ഛൻ, അദ്ദേഹത്തിന്റെ വൈഫ്, അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നു. അവർക്ക് വീടൊന്നുമില്ല, നല്ലൊരു വീടില്ല, യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയ വീടാണുള്ളത്, അങ്ങോട്ട് എത്തിപ്പെടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവർക്ക് നല്ലൊരു വീട്, നല്ല മനോഹരമായ ഒരു ടെറസിന്റെ വീട് അച്ചായൻ വെച്ചു കൊടുക്കുന്നു. അച്ചായൻ അത് വളരെ മനോഹരമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരാദ്യം അവരുടെ ആ വീട്ടിൽ കഷ്ടപ്പെട്ട് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവര് ആ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് സഹായം കൊടുക്കുന്ന വീഡിയോ ചെയ്യുന്നു, വീട് വെച്ചു കൊടുക്കുന്ന വീഡിയോ ചെയ്യുന്നു, വീടിന്റെ വീഡിയോ ചെയ്യുന്നു. അപ്പൊ ഒന്നുമില്ലാത്ത പാവമായ ഇവർക്ക് ഈ അച്ചായൻ ദൈവമായിട്ട് വെച്ചു കൊടുത്തു എന്നുള്ള രീതിയിൽ അച്ചായൻ ആ വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ വളരെ ഹിറ്റായിരുന്നു. എല്ലാവരും അച്ചായന്റെ നന്മയൊക്കെ പാടി പൊഴുത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രജനീഷ് ഇതേ വീഡിയോ ഒരു ചാനലിൽ ചെയ്യണ്ടായി. രജനീഷിന്റെ കണ്ടന്റ് എന്താന്ന് വെച്ചാല് ലൈഫ് മിഷൻ, നമുക്കറിയാം സർക്കാരിന്റെ ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി. അതിന് കൃത്യമായ തുകയെ സർക്കാർ നൽകുള്ളൂ, അതും ഗഡുക്കളായിട്ട് ആണ് നൽകുക. വീടിന്റെ ഓരോ ഘട്ടവും പൂർത്തിയാവുന്നതിനനുസരിച്ച് സർക്കാർ അതിന്റെ ഗഡുക്കൾ അനുവദിക്കും, അവർക്ക് വീട് വെച്ചിട്ട് പൂർത്തിയാക്കാന്നുള്ളതാണ്. അപ്പൊ ഈ ലൈഫ് മിഷനിൽ വെച്ച വീടിന്റെ മഹത്വം കാണിക്കുന്ന സർക്കാരിന്റെ ഒരു PR വർക്ക് പോലെയാണ് രജനീഷ് ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ മനോഹരമായ ലൈഫ് മിഷന്റെ വീട് കാണിക്കുന്നു, അതിന്റെ ഓണർ ആയിട്ടുള്ള ആ അച്ഛനെയും അമ്മയും കാണിക്കുന്നു, അത് ആര് വെച്ചു കൊടുത്താണെന്ന് അവർ പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ വരുന്നു. ഈ വീഡിയോ രണ്ട് വീഡിയോയുടെ, അച്ചായന്റെ വീഡിയോയുടെയും രജനീഷിന്റെ വീഡിയോയും പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരു വീടാണ് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കൺഫ്യൂഷൻ ആവും, ഇത് ലൈഫ് മിഷനിൽ വെച്ച വീടാണോ അതോ അച്ചായൻ വെച്ച വീടാണോ, അച്ചായനാണോ കള്ളം പറയുന്നത്, സർക്കാരാണോ കള്ളം പറയുന്നത്. തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടുത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ അച്ചായൻ പറയുന്നത് കള്ളല്ലേ, ഇത് ലൈഫ് മിഷൻ വെച്ച വീടാണെന്ന് രജനീഷ് പറയുന്നു. അതിനെക്കുറിച്ച് അച്ചായൻ എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നു. അച്ചായൻ ഫാൻസ് ഒരുപാട് കമന്റുകൾ ഇട്ടിട്ടും അതേപോലെ പലതരത്തിലുള്ള ഹരാസ്മെന്റ് നടത്തിയിട്ടും അച്ചായൻ അത്ര നന്മ ചെയ്യുന്നതല്ലേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ കുറ്റം പറയുന്നത്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഇടുന്നു. അച്ചായനെയും ആളുകൾ കുറ്റപ്പെടുത്തി ചെയ്യുന്നു. അച്ചായൻ കള്ളത്തരം പറഞ്ഞതാണോ എന്നുള്ള രീതിയിൽ അച്ചായനെയും കുറ്റപ്പെടുത്തി ആളുകൾ കമന്റുകൾ ഇടുന്നുണ്ട്. എന്തായാലും അതിന്റെ ഇടയിൽ ഒരുപാട് കമന്റുകൾ വന്നു. അച്ചായൻ ആയിരിക്കാം ആ വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത്. ലൈഫ് മിഷനിൽ നമുക്ക് കിട്ടുന്നത് 4 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപയോളാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു വീട് പണിയാൻ സാധിക്കില്ല. അപ്പൊ ആ വീട് പണിഞ്ഞ് പൂർത്തിയാക്കിയിട്ടുണ്ടാവുക, അത്രയും മനോഹരമായ ഒരു വീടാക്കിയിട്ടുണ്ടായിരിക്കാം അച്ചായനാണ് എന്നതാണ് ആളുകളുടെ വേർഷൻ. ഈ ഒരു കാര്യം അച്ചായൻ ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ വീട് തറ മാത്രം പൂർത്തിയാക്കി കിടക്കുകയായിരുന്നു, അതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കില്ലല്ലോ. അത് ലൈഫ് മിഷന്റെ പദ്ധതിയായിരുന്നു, പക്ഷെ അതുകൊണ്ട് അവർക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ബാക്കി ഞാൻ കെട്ടിക്കൊടുത്തു എന്നും മാന്യമായി പറഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയം. അതൊന്നും പറയാതെ തന്റെ ഈ ഫാൻസിന്റെയും വെട്ടുകിളിക്കൂട്ടത്തിന്റെയും സ്വാധീനം ഉപയോഗിച്ചിട്ട് അത് ഞാൻ തന്നെ പണിഞ്ഞതാണ്, നിങ്ങൾ എന്തിനാണ് ഈ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്നെ
കുറ്റം പറയാൻ അവകാശം? നിങ്ങൾ 10 രൂപ കൊടുക്കുന്നില്ലല്ലോ എന്ന് ഫാൻസിനെ കൊണ്ട് ചോദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് മറുപടികളും വീഡിയോകളും ഒക്കെ ഈ പറയുന്ന അച്ചായൻ ചെയ്തു. അച്ചായൻ ഇതിന് ഓരോരുത്തരിടുന്ന കമന്റിന് ആ അച്ഛനും അമ്മയും എന്താണെന്നാലും അച്ചായനെ വെച്ചുകൊടുത്ത് പറയാത്തത് എന്നുള്ളതിനൊക്കെ മറുപടിയായിട്ട് അവർക്ക് നന്ദിയില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അവരെ പോലും ഒരു സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്ന വിധത്തിലാണ് അച്ചായൻ പോസ്റ്റ് ഇട്ടത്. ഈ പറയുന്ന ആ വീട് സ്വീകരിച്ച ആ വ്യക്തികൾ അവരൊരു പക്ഷേ ലൈഫ് മിഷന്റെ കാശ് കൊണ്ടായിരിക്കാം ആ വീടിന്റെ കുറെ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അവരോട് ഈ ലൈഫ് മിഷന്റെ വീട് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഒക്കെ കോൺടാക്റ്റോട് കൂടെ കാണിക്കാൻ പറയുമ്പോൾ അവർക്ക് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ഇത് ലൈഫ് മിഷന്റെ വീടാണെന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരൊരു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അച്ചായനോട് നന്ദി ഇല്ലാത്തത് കൊണ്ട് ആവും എന്നൊന്നും തോന്നുന്നില്ല. അച്ചായനായിരിക്കാം ആ വീട് അത്ര മനോഹരമായി പൂർത്തിയാക്കി കൊടുത്തിരിക്കുക. അത് അച്ചായന് പറഞ്ഞാൽ മതി, ഇത് ലൈഫ് മിഷന്റെ വീടായിരുന്നു, ഞാനാണ് ഇതിന്റെ പണി കംപ്ലീറ്റ് ആക്കിയതെന്ന്. അതിന് പകരം ഞാൻ ചെയ്ത ഇത്രയും വീടുകൾ ഞാൻ സ്വന്തം ചെയ്തു കൊടുത്താണ്, 40 വീടോ 41 വീടോ എന്തോ വെച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കും, ഇത്രയും കാലം പറഞ്ഞ ഈ 40 വീട് വെച്ചു എന്നൊക്കെ ഉള്ള കണക്ക് ഇത് സത്യമാണോ, അതോ അത് ഇതുപോലെ ആരെങ്കിലും കുറച്ച് ലൈഫ് മിഷൻ കുറച്ച് വെച്ചു കൊടുത്തൊരു വീടിന്റെ മേലെ കുറച്ച് പണി ചെയ്തിട്ട്, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് കിടന്നിരുന്ന വീട് കുറച്ച് പെയിന്റ് അടിച്ച് ഭംഗിയാക്കിയിട്ടൊക്കെ കൊടുത്തിട്ട് അച്ചായൻ കൊടുത്ത വീടാന്ന് പറയുന്ന സംശയിക്കുന്നതിൽ എന്താണ് കുറ്റം പറയാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കില്ലേ? അപ്പോൾ ഇത് ഭയങ്കര വിവാദമായ സമയത്തും ഒരുപാട് സായിയെ കുറിച്ചൊക്കെ മോശം കമന്റുകൾ വന്നിരുന്ന സമയത്തും വീണ്ടും സായി ഒരു വീഡിയോ ചെയ്തിരുന്നു. ക്യാൻസർ പേഷ്യൻസ് ആണ്, ഒരു വീട്ടിൽ തന്നെ 3 ക്യാൻസർ രോഗികളുണ്ട് എന്നുള്ള രീതിയിൽ അച്ചായൻ ചെയ്ത ഒരു വീഡിയോ അത് കള്ളത്തരമാണ് എന്നുള്ള രീതിയിൽ സായി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത് ആ ഒരു സ്ത്രീ, അവരമ്മ, അവരുടെ ഭർത്താവ്, അവരുടെ മോൻ, ഇവര് 3 പേരുമാണ് ഈ ക്യാൻസർ രോഗികൾ എന്ന് പറയുന്നത്. ആ സ്ത്രീക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നു, ആ സ്ത്രീയുടെ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചതാണെന്ന് പറയുന്നു, മകന് ക്യാൻസർ ആണെന്ന് പറയുന്നു. അപ്പൊ അതിനുവേണ്ടി അവര് കാണിച്ചൊരു പേപ്പർ, അവര് വീഡിയോയിൽ കാണിച്ചൊരു പേപ്പർ, അത് നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോ 19 വയസ്സുള്ള മകൻ, ആ മകന് 2ഓ 3ഓ വയസ്സുള്ള സമയത്ത് ക്യാൻസർ വന്നതിന്റെ പേപ്പറാണ് അത്. ആ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഡോക്ടറുടെ പേര് അതൊരു പീഡിയാട്രീഷ്യന്റെ പേരാണ്, അല്ലാതെ അതൊരു ഓങ്കോളജിസ്റ്റിന്റെ പേരല്ല. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് സായി രണ്ടാമതും വീഡിയോ ചെയ്ത് ഈ പറയുന്ന പോലെ 3 പേരും ക്യാൻസർ പേഷ്യൻസ് ഒന്നും അല്ല എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോ ചെയ്തു. അത് ഭയങ്കര വിവാദമായി. കാരണം അച്ചായൻ ഇത്രയും നന്മ ചെയ്യുമ്പോൾ സായി അതാ വീണ്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ള പ്രശ്നങ്ങൾ വന്നു. ഇതേപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നു. ഇത് അച്ചായൻ അതോടുകൂടെ ഒരുപാട് വിഷമിച്ചൊക്കെ വീഡിയോ ചെയ്തു. എന്നെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാൻ പാടുമോ, ഞാൻ എത്ര കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്, എന്നെ അങ്ങ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വിട് എന്നൊക്കെയുള്ള രീതിയിൽ അച്ചായൻ വീഡിയോ ചെയ്യുന്നു. അതോടുകൂടി അച്ചായന്റെ ഒരുപാട് ആരാധകർ വീണ്ടും ഇറങ്ങും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളെ പലരും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയണ്ട, എനിക്ക് ശരിക്കും ക്യാൻസർ ഉണ്ട്, എന്റെ ഹസ്ബൻഡിന് ക്യാൻസർ ഉണ്ട്, ക്യാൻസർ ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ എന്റെ മോന് ക്യാൻസർ ഉള്ള സമയത്തായിരുന്നു ഹസ്ബൻഡിന് ക്യാൻസർ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഹസ്ബൻഡ് അത് ആരോടും പറഞ്ഞില്ല, അങ്ങനെ മരിച്ചുപോയി എന്ന് പറയുന്നു. മോന് ക്യാൻസർ ഉണ്ടായത് ഇപ്പോഴാണെന്നും പറയുന്നുണ്ട്, പണ്ടാണെന്നും പറയുന്നുണ്ട്, ട്രീറ്റ്മെന്റ് എടുത്തു എന്നും പറയുന്നുണ്ട്, അതിന്റെ പേപ്പർ ഉണ്ടെന്നും പറയുന്നുണ്ട്. പേപ്പർ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അത് വെള്ളപ്പൊക്കത്തിൽ പോയി എന്നാണ്. ഈ പറയുന്ന ഹസ്ബൻഡിന് ക്യാൻസർ ഉണ്ട് വെച്ചാൽ അവരുടെ ബന്ധുക്കൾ പറയുന്ന വോയിസ് പുറത്തു വന്നിട്ടുണ്ട്, അവരുടെ ഹസ്ബൻഡിന് ക്യാൻസർ ഉള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു, അങ്ങനെ കാര്യമേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീ പറയുന്നത് ഹസ്ബൻഡിന് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡിന് ക്യാൻസർ ഉണ്ടെന്ന് സ്വയം ഡയഗ്നോസ് ചെയ്താവില്ലല്ലോ. എന്തായാലും ഇനി അദ്ദേഹം ആരോടും പറഞ്ഞില്ലെങ്കിലും ഒരു പേപ്പർ ഉണ്ടായിരിക്കുമല്ലോ, ക്യാൻസർ ആണെന്ന് പറയുന്ന ഒരു പേപ്പർ, അതൊന്നും ഇവർക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല, എല്ലാം വെള്ളപ്പൊക്കത്തിൽ പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ ആർക്കും പറ്റില്ല എന്നുള്ള. അപ്പൊ ആദ്യം ഇവർ വിളിക്കുന്നവരോടൊക്കെ പറയേണ്ടത് ട്രീറ്റ്മെന്റ് എല്ലാ പേപ്പറും ഉണ്ടെന്ന് പറയുന്നു, പിന്നെ വിളിക്കുന്നവരോട് അവർ ഉരുണ്ട് കളിക്കുന്നുണ്ട്, വെള്ളപ്പൊക്കത്തിൽ പോയതാന്ന് പറയുന്നു. അപ്പൊ ഇതിൽ പലതും സ്വന്തം ഒരു പേരിന് വേണ്ടിയിട്ടോ പ്രസിക്ക് വേണ്ടിയിട്ടോ ചെയ്യുന്നതാണെന്ന് ആളുകൾ തോന്നുന്നതിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിന് എന്താണ് തെറ്റുള്ളത്? ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രവർത്തനം പറഞ്ഞുതരാം. അവര് വീഡിയോ എടുക്കുന്നവരെ അല്ലെങ്കിൽ അവരോട് താണുകേണ് അച്ചായ എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് കരഞ്ഞു പറയുന്ന ആളുകളെ ആയിരിക്കാം അവരിതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അച്ചായൻ സഹായം കൊടുക്കുന്ന എല്ലാ ആളുകളും കരഞ്ഞു അച്ചായ ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന വീഡിയോ മാസാക്കി BGM ഇട്ടിട്ട് അച്ചായൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. സഹായം കിട്ടിക്കഴിയുമ്പോൾ അവർ കരഞ്ഞ് കാല് പിടിച്ച് കരയുന്നതും തൊഴുത് കരയുന്നതുമായിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ തയ്യാറാവുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് ചെയ്യുന്ന ഒരു ചാരിറ്റി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പൊ അങ്ങനെ ചാരിറ്റി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവണം എന്നില്ല. ഇവരുടെ ഈ BGMനും മാസിനും വേണ്ടിയിട്ട് കുറച്ചൊക്കെ മസാല ചേർക്കുന്നതാണോ എന്ന് പോലും നമ്മൾ പറയുന്നതിന് എന്താണ് ഇവർ ഇത്ര കുറ്റം പറയാനുള്ളത്? ഇപ്പോ ഒരു അദ്ദേഹത്തിൻ്റെതായിട്ട് ഞാൻ കണ്ടൊരു വീഡിയോ, കുറെ കുട്ടികളെയൊക്കെ നിർത്തിയിട്ട് അവർക്ക് അരിയില്ല, കുറെ കാലമായിട്ട് ഭക്ഷണം കഴിക്കാൻ അരി പോലും കിട്ടുന്നില്ല, പള്ളിക്കാരായ
അത് വേറെ ആരോ തോന്നുന്നു, പള്ളിക്കാരോ കൊടുക്കുന്ന അരി കൊണ്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഈ കുട്ടികളെ കാണിക്കുന്ന വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, അച്ചായനെ ആര് വിട്ടതാ, അച്ചായനെ ദൈവം വിട്ടതാ, ഞാനുള്ളപ്പോൾ നിങ്ങളൊക്കെ പട്ടിണി കിടക്കുവാടാ മക്കളെ എന്നൊക്കെ ഭയങ്കര നമുക്ക് എന്താ പറയാ നാടക ഡയലോഗ് പോലെ സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നുന്ന കുറേ ഡയലോഗുകൾ പറയുന്നുണ്ട്. ആ തിയറി എനിക്ക് മനസ്സിലാക്കാനേ പറ്റിയില്ല. ദൈവം എന്ന് പറയുന്നത് ആദ്യം കുറേ ആളുകളെ ഇങ്ങ് പാവപ്പെട്ടവരായി സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അസുഖമുള്ളവരായി, ക്യാൻസർ ഉള്ളവരായി, രോഗികളായിട്ട്, വീടില്ലാത്തവരൊക്കെ ആയിട്ട് സൃഷ്ടിച്ചു വിടുന്നു. എന്നിട്ട് ദൈവം അച്ചായനെ സൃഷ്ടിക്കുന്നു, അച്ചായ നീ പോയിട്ട് ഇവരെയൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള തിയറിയാണോ ദൈവത്തിനെ കുറിച്ചുള്ളത്? അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഇത്ര സൈക്കോ ആയിട്ടുള്ള ഒരാളാണോ? ദൈവത്തിന് എല്ലാവരും തുല്യമായിട്ട് സൃഷ്ടിച്ചാൽ പോരെ? അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ. അച്ചായൻ വരുന്നു, അച്ചായനെ ആരയച്ചതാ മക്കളെ? അപ്പോൾ മക്കളെല്ലാവരും കൂടെ കോറസ് ആയിട്ട് അച്ചായനെ ദൈവം അയച്ചതാണ്. അപ്പോൾ അച്ചായൻ പറയുന്നു, അതേ അച്ചായനെ ദൈവം അയച്ചതാണ്, അച്ചായനുള്ളപ്പോൾ മക്കളൊന്നും പട്ടിണി കിടക്കത്തില്ലടാ, അച്ചായന് സഹിക്കത്തില്ലടാ എന്നൊക്കെ പറയുമ്പോൾ വെറും നാടക ഡയലോഗായിട്ടല്ലേ നമുക്കത് ഫീൽ ചെയ്യുക. അതിനൊക്കെ എന്താണ് ഇത്ര കൈയടിക്കാൻ മാത്രമുള്ളത്? മാത്രമല്ല ഈ കുട്ടികളെയൊക്കെ ഈ വീഡിയോയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്തൊരു സങ്കടമുള്ള കാര്യമാണ്. അവർ ഈ അച്ചായൻ്റെ മുന്നിൽ ഈ ഒരു അരിക്ക് വേണ്ടിയിട്ടോ ഒരു പണത്തിന് വേണ്ടിയിട്ടോ വീടിന് വേണ്ടിയിട്ടോ കൈനീട്ടി നിൽക്കുന്ന വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നത് ഒരു തരം ക്രൂരതയല്ലേ? കുട്ടികളുടെ വീഡിയോ വെറുതെ പോലും പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടികൾ ഇവിടെ ഈ ഇങ്ങനെ ഒരു സഹായം സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അവർക്കൊരു പക്ഷേ അവരുടെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ, അവരെ പരിചയമുള്ളവരെ മുന്നിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള പരിഹാസത്തിന് അവർ പാത്രമാവാൻ സാധ്യതയല്ലേ? അല്ലെങ്കിൽ വേണ്ട, വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ഈ വീഡിയോ ഇവിടെ കിടക്കും. അത് അവര് എത്ര വലുതായാലും അവർ ചിലപ്പോൾ നല്ല ജോലി നേടി, നല്ല പഠിച്ച് നല്ല ജോലി നേടി ഒക്കെ കഴിയുമ്പോഴും ആ വീഡിയോ ഇവിടെ കിടക്കും. ഒരുപക്ഷെ അവർക്ക് അതൊന്നും നാണക്കേടായി തോന്നിക്കൂടായികയില്ലല്ലോ. അല്ലെങ്കിൽ ആളുകൾ അന്നും പറയാൻ സാധ്യതയുണ്ട്, നീ പണ്ട് അങ്ങനെ കൈനീട്ടി വാങ്ങിയതല്ലേ എന്ന് പറയാൻ സാധ്യതയില്ല. അപ്പൊ ഈ ചെറിയ കുട്ടികളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അച്ചായൻ ദൈവമാണ് എന്നൊക്കെ അത് പറയിക്കുന്നതും ഒക്കെ വളരെ ഒരു ചീപ്പായിട്ടുള്ള പരിപാടി എന്ന് വേണം കഴിഞ്ഞാൽ നമുക്ക് പറയാം. നമ്മൾ പണ്ടുള്ളവർ പറയും, ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റേ കൈ പോലും അറിയരുത് എന്ന് പറയും. അത്രയൊന്നും വേണ്ട, അവർ കൊടുക്കുന്ന അറിഞ്ഞോട്ടെ, കാരണം മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന വെച്ചാൽ അറിഞ്ഞോട്ടെ. പക്ഷെ ഇത് ഇത്രമാത്രം ഹൈലൈറ്റ് ചെയ്ത് BGM വിട്ട് ആളുകളുടെ കയ്യടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇടുമ്പോൾ എന്തിനാണ് ഇത്ര പുകഴ്ത്തുന്നത്? പിന്നെ ഒരാൾക്ക് വെറുതെ ഒരു പണം എടുത്തു കൊടുക്കുന്നതാണോ ഈ ചാരിറ്റി എന്ന് പറയുന്നത്? ഞാൻ മുൻപ് ഒരു സൽഹയുടെ ഇതേപോലത്തെ ഉള്ള ചാരിറ്റി വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, നമ്മൾ ഒരാൾക്ക് വെറുതെ അയാൾക്ക് ഒരു 50 രൂപ ആവശ്യമുണ്ട്, അപ്പൊ നമ്മൾ 50 രൂപ എടുത്തു കൊടുക്കുന്നു. അതിന് നമ്മൾ നമ്മൾ ചാരിറ്റി എന്നാണോ പറയുന്നത്? അതിനെന്തോ ഒരു പിച്ച കൊടുക്കുന്ന പോലത്തെ ഫീലല്ലേ നമുക്കുള്ളത്? ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അവർക്കൊരു മാർഗം കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത്? അവരോട് പറയണം, സർക്കാരിന് ഇന്ന പദ്ധതികളുണ്ട്, ഇതിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വ്യവസായം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ലോൺ കിട്ടും, നിങ്ങൾക്ക് ഒരു ചെറുകിട വ്യവസായം തുടങ്ങാം, നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ജോലി കിട്ടും, നിങ്ങൾക്കൊരു PSC എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്ന മാർഗങ്ങളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഒരാൾക്കൊരു ആവശ്യമുണ്ട്, ഒരു വീട് ജപ്തിയാകാൻ പോവാണ്, 5 ലക്ഷം രൂപ, അതോടെ അയാളുടെ പ്രശ്നങ്ങൾ തീരുമോ? ഒരിക്കലും തീരില്ല. അയാൾക്ക് മുന്നോട്ട് പോകാൻ വേറെ മാർഗങ്ങൾ വേണം, ജോലി വേണം. പിന്നീട് അയാളുടെ വീട് ജപ്തി മാറ്റി അയാൾക്ക് എടുത്തു കൊടുത്ത് അയാൾക്ക് പിന്നീട് മുന്നോട്ട് പോയ ഒരു മാർഗ്ഗം ഇല്ലാച്ചാൽ അയാൾ പിന്നെ ആ വീടിന്റെ മേലെ ലോൺ എടുക്കും, പിന്നെ അയാൾക്ക് ജപ്തിയാവും. അത്രേ സംഭവിക്കുള്ളൂ. ഇത് അപ്പോൾ വെറുതെ ഒരാൾക്ക് കുറെ കാശ് എടുത്തു കൊടുക്കുന്നതാണോ ഒരു സഹായം എന്ന് പറയുന്നത്? അപ്പോൾ ഈ കാശ് എടുത്തു കൊടുക്കുന്നത് തൽക്കാലം BGM ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് ആളുകളുടെ കയ്യടി നേടാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള ടാക്സിന്റെ പ്രശ്നങ്ങളൊക്കെ മറയ്ക്കുന്നതിനോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്നതിൽ എന്തിനാണ് ഇത്രയും രോക്ഷം കൊള്ളേണ്ട ആവശ്യം? ഇവിടെ എല്ലാ ചാറ്റ് ചെയ്യുന്നവരെ കുറിച്ചും അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംശയിക്കുന്നത്. പിന്നെ അച്ചായൻ എപ്പോഴും സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് കാണുന്നത്. ഇപ്പൊ നമ്മൾ ഫിറോസ് കുന്നുംപറമ്പിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അവരൊക്കെ ഒരുപാട് പേരെടുത്ത് പിരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. യാതൊരു കണക്കുമില്ല, ഓഡിറ്റും ഇല്ലാത്ത ഒരു ഉടായ്പ പരിപാടി പോലെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആണ് ഇവര് ഈ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതും അവർക്ക് എന്തോ ഒരു ലാഭമുള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ എത്രയോ ആളുകൾ ചിലപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ അവരുടെ കുടുംബത്തിൽ തന്നെ കാണും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനില്ലാത്ത ആളുകൾ. അവര് വീഡിയോ എടുക്കാൻ സമ്മതിച്ചാൽ മാത്രമേ ഒരുപക്ഷെ ഇവര് സഹായം കൊടുക്കുന്നുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വലിയ നന്മയായിട്ട് പുകഴ്ത്തുമ്പോഴും ഇതിന്റെ വേറൊരു ഡാർക്ക് സൈഡ് ഉണ്ടായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ നമ്മള് ഈ വ്യക്തിയെ അങ്ങ് കൊമ്പത്ത് കയറ്റി പുകഴ്ത്തി വെച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ ചില ചാറ്റുകൾ പുറത്തു വരുന്നത്. അദ്ദേഹം സ്ത്രീകളോട് രാത്രി ഫോൺ ചെയ്ത് സംസാരിക്കുന്ന ചാറ്റ് എന്ന് വെച്ചാൽ ഏതോ കോളേജിൽ സ്പോൺസർഷിപ്പിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് വന്ന കുട്ടിയോട് അദ്ദേഹം മോശമായി സംസാരിക്കുന്ന ഒരു ചാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യമാണ്. അയാൾക്ക് ആരോട് ചാറ്റ് ചെയ്യണം, ആരോട് സംസാരിക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് പേഴ്സണൽ കാര്യമാണെന്ന് പറയാം. പക്ഷെ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് രാത്രി ഫോൺ ചെയ്ത് മോശമായ രീതിയിൽ, അവർക്ക് താല്പര്യമില്ലാത്ത മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് വെച്ചാൽ വേറൊരു വ്യക്തി, ഒരു
പെൺകുട്ടി വേറൊരു പെൺകുട്ടി സഹായം അഭ്യർത്ഥിച്ച് എങ്ങനെ ഇയാളുടെ അടുത്ത് വിശ്വസിച്ച് ചെല്ലും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ AI ആണ്, AI നിർമ്മിത ശബ്ദമാണ്, ഡബ് ചെയ്താണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റ് ആണെങ്കിൽ അയാളെ ഒരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അത്രയും നന്നായിട്ട് അയാള് ഈ പറയുന്ന അച്ചായനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് പറയുന്നത് എനിക്കറിയാം. കാരണം അച്ചായ എന്ന് പറയുന്നത് എല്ലാവരും ദൈവത്തെ പോലെയാണ് കണക്കാക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, നിങ്ങൾ ആർക്കും ഒരു 10 പൈസ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പറയാൻ അവകാശം എന്ന്. നമ്മൾ എന്ത് വരുമാനം നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും, നമുക്ക് പുറമെ നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന എന്ത് വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ആ പൈസ എടുത്തിട്ട് നേരെ തിന്നല്ല ചെയ്യുന്നത്. ആ പൈസ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി ഒരു സാധനം വാങ്ങിയിട്ട് ആ സാധനം ആണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മൾ ആ മാർക്കറ്റിൽ കൊണ്ടുപോയി ആ പൈസ കൊടുക്കുന്ന അത് ഉപകാരപ്പെടുന്ന ഒരു ആളുണ്ടായിരിക്കും, ഒരു കടക്കാരനുണ്ടായിരിക്കും. അതിന് ടാക്സ് കിട്ടുന്ന സർക്കാരുണ്ട്. ആ ടാക്സ് ഉപയോഗിച്ച് ആ സർക്കാർ പാവങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വികസനങ്ങൾ തരുന്നുണ്ട്. അപ്പൊ ഏതൊരു വ്യക്തിയുടെ പണവും വേറുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അല്ലാതെ ഒരു വ്യക്തി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ആ വ്യക്തി മാത്രം പൂഴ്ത്തി വെക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാശായിട്ട് തന്നെ 10 രൂപ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞങ്ങളൊക്കെ 10 രൂപ കൊടുക്കുന്നുണ്ടോ, നമ്മളൊക്കെ 10 രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ പറയാൻ പറ്റും? കൊടുക്കുന്നുണ്ടായിരിക്കാം. അത് ഇതേപോലെ വീഡിയോ എടുത്ത് മാസാക്കി BGM ഇടണം താല്പര്യമില്ലാത്തവരായിരിക്കാം. അത് വെച്ചിട്ട് ഒരിക്കലും വിലയിരുത്താൻ പാടില്ല എന്നേ പറയാനുള്ളൂ. പിന്നെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഈ വിവാദങ്ങളൊക്കെ വന്ന ശേഷം അച്ചായൻ വന്നിട്ട് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തുകയാണ്, ഇനി ഞാൻ ആരെയും സഹായിക്കില്ല, എൻ്റെ എല്ലാ പ്രവർത്തനവും ചാരിറ്റി ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഏതൊരാൾക്ക് 10 ലക്ഷം രൂപയോ 8 ലക്ഷം രൂപയോ വീട് വെക്കാൻ കൊടുത്ത ശേഷം എൻ്റെ എല്ലാ സഹായങ്ങളും ഞാൻ നൽകുന്നത് നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ പറയുന്ന അച്ചായൻ യാതൊരു വിധത്തിലും ഇതൊന്നും നിർത്തുമെന്ന് എനിക്ക് തോന്നേയില്ല. ഇത് എല്ലാ ഫാൻസും ചെന്നിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് അയ്യോ അച്ചാ പോവല്ലേ എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു കമന്റ് ഇടും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ചായൻ തിരിച്ചു വന്നിട്ട് പറയും, മക്കളെ എനിക്ക് അച്ചായനും ജനങ്ങളെ സഹായിക്കാതെ ജീവിക്കാൻ പറ്റുന്നില്ല, ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നതെന്നൊക്കെയുള്ള മാസ് ഡയലോഗ് അടിച്ചിട്ട് അച്ചായൻ തിരിച്ചു വരും. യാതൊരു സംശയവുമില്ല, അത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കാണാം. എന്തായാലും എല്ലാവർക്കും നന്ദി.